ഹേ ഗൈസ്, ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി മൂന്നാറിലേക്ക് വണ്ടി കയറി. ആ കാണുന്ന വീട്ടിലാണ് നമ്മുടെ താമസം. സിനിമകളിലൊക്കെ കാണുന്ന പോലെ വലിയ മുറ്റം, മുറ്റത്ത് ഊഞ്ഞാല്, ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം, എവിടെ നോക്കിയാലും പച്ചപ്പ്. പിന്നെ മൂന്നാറിൽ ഈ ഐറ്റം കാണാതെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഫോട്ടോഷൂട്ടായി, വീഡിയോ ഷൂട്ടായി. വൈകിട്ട് ഒരു 5 മണിയോട് കൂടി ഒരു അപാര ട്രെക്കിംഗ് കൂടി ഉണ്ടായിരുന്നു. നടന്ന് ഉപ്പാട് ഇളകിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെറിയൊരു ട്രെക്കിംഗ് എന്ന് പറഞ്ഞ് കയറിയതാ. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്തൊരിടം. കഷ്ടപ്പെട്ട് കയറിച്ചിരുന്ന് കാണുന്ന വ്യൂ ഇതാണെങ്കിൽ അതിനൊരു സുഖമൊക്കെ ഉണ്ട്. ഞങ്ങൾ മൂന്നാറില് തോട്ടം സ്റ്റേസിന്റെ പ്രോപ്പർട്ടിയിലാണ് 2 ദിവസം സ്റ്റേ ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്തൊരു വ്യൂ പോയിന്റ് ആണ് ഇതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അവരിതിനെ കുറിഞ്ഞിമല എന്നാണ് പറഞ്ഞത്. വൈകിട്ടായാൽ നമ്മുടെ സ്ഥലത്തിന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറും. ഇരച്ചു കയറുന്ന തണുപ്പും കൂരാകൂരിട്ടും. ശരിക്കും നമ്മളുണ്ടായിരുന്നത് വലിയൊരു എസ്റ്റേറ്റിൽ ഒരു ഒറ്റപ്പെട്ട വീട്ടിലായിരുന്നു. ചെറിയൊരു ഹൊറർ മൂഡ്, രാത്രിയിൽ മാത്രം. ഈ ഇംഗ്ലീഷ് ഹൊറർ സിനിമകളൊക്കെ ഒന്നും വിടാതെ കാണാറുള്ള ഞങ്ങൾക്ക് ആ സമയത്ത് മൈൻഡിലൂടെ കടന്നുപോയ ചിന്തകളൊക്കെ അൺസഹിക്കബിൾ ആയിരുന്നു. അങ്ങനത്തെ സിനിമകളിലൊക്കെ ഈ പ്രേതം പിടിക്കുന്ന ഒരു തലതെറിച്ച കപ്പിൾസ് ഉണ്ടാവില്ലേ, അതേപോലെ ആയിരുന്നു ഞങ്ങള്. ഒരു ആവശ്യമില്ലാതെ രാത്രി ഇറങ്ങി നടക്കുക, വെറുതെ പേടിക്കുക, ഒരു രസം. സൺറൈസ് കാണാൻ അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ സൺറൈസ് കാണാൻ ചാടിപ്പഴഞ്ഞ് എഴുന്നേറ്റു. നമ്മുടെ അവിടെ തന്നെ അതിനുള്ള വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടേക്കായി. അറിയുമോ സൺറൈസ് എപ്പോഴാണെന്ന്? കമന്റ് ചെയ്യൂ. അങ്ങനെ തമ്പിയും പിള്ളേരും ഉദിച്ചു വരണ സൂര്യനെ നോക്കി ഇരിപ്പായിരുന്നു. നമ്മൾ സണ്ണിനെ കണ്ടു. കാത്തിരിപ്പിനൊടുവിൽ അവൻ വന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ നിന്ന പ്രോപ്പർട്ടിയാണ്. ദൈവേ, ഈ ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള വീടില്ലേ, അവിടുത്തെ ഓരോ ഇന്റീരിയർ വർക്കും ഫർണിച്ചറൊക്കെ ആ ഒരു ലെവലായിരുന്നു. രാത്രിയായി അവിടുത്തെ മട്ടും ഭാവമൊക്കെ മാഞ്ഞൊരു ഭീതി നമ്മളെ കീഴടക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.